അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. സർക്കാർ സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അറിയാം. സർക്കാർ എല്ലാ പൈസയും സർക്കാരിലേക്ക് മേടിച്ചു കൊടുക്കാനുള്ള തീരുമാനം എടുത്തത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം സുതാര്യതയോടെ അവിടെ പറഞ്ഞ വാക്ക് പാലിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ നടപടിയാണ് ഇപ്പൊ അല്ലേട്ടം പറഞ്ഞത്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട, അതിനകത്ത് സംശയമില്ല. മാത്രമല്ല, അക്കൗണ്ടിനെ സംബന്ധിച്ച് ആരോട് സൂചിപ്പിച്ചു, അതിനുവേണ്ടി ശേഖരിച്ച രൂപയിൽ നിന്ന് ഒരു നയാ പൈസ പോലും മറ്റൊരാവശ്യത്തിനും എടുത്തിട്ടുമില്ല, ഇതുവരെ അതിൽ തൊട്ടിട്ടുമില്ല. സ്ഥലം എപ്പോൾ ലഭിക്കുന്നു ആ പൈസ മുഴുവൻ ഈ കാര്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നലെയും പറഞ്ഞതാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് മാധ്യമങ്ങൾ കാണുന്നുണ്ട്. രേഖകൾ പ്രകാരം അതിന്റെ രേഖകളുടെ സഹായത്തോടെ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പറഞ്ഞതിന്റെ വ്യക്തത വരുന്നത് സർക്കാരുമായി സഹകരിച്ചല്ല, പ്രത്യേകിച്ച് ഭൂമി കണ്ടെത്തി അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സർക്കാരിന്റെ മനോഭാവത്തെ കൂടി തുടങ്ങിയ സമയത്ത് അനുവദിക്കണമെന്ന് സർക്കാരിന്റെ മുമ്പിൽ ആവശ്യം. ഞങ്ങൾ കരുതിയിരുന്നത് വീടുകളുടെ സ്പോൺസറിന്റെ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പം ഒന്നും വേണ്ട. ഞാൻ വെലങ്ങാട് MP എന്നുള്ള നിലയിൽ വീട് നിർമ്മിച്ചു കൊടുക്കും. അപ്പൊ അവിടെ വീടിന്റെ നിർമ്മാണം തുടങ്ങി. അവിടെ ഒന്നും സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് ആർക്കും വെലങ്ങാട് ഉൾപ്പെടെ കിട്ടിയിട്ടില്ല. എന്നിട്ടിപ്പോ ഞങ്ങൾ തന്നെ സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങി. നമ്മൾ തറക്കല്ലിട്ടിട്ട് നമ്മൾ തന്നെ പൈസ കണ്ടെത്തിയിട്ട് ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങുക. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കും. യോഗം വിളിച്ചതെല്ലാം സർക്കാരിലേക്ക് തരണം വേണ്ടിയാണല്ലോ. അല്ല, യോഗത്തിന്റെ തീരുമാനം എന്താ, എല്ലാം ഞങ്ങൾക്ക് തരണം എന്ന് പറയാൻ വേണ്ടിയാണല്ലോ യോഗം വിളിക്കുന്നത്. ഈ ജനങ്ങൾ കൊടുത്ത 720 കോടി രൂപ സർക്കാർ കയ്യിൽ വെച്ചിട്ട് ഇന്നേ വരെ ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനം സർക്കാർ എന്നാ തുടങ്ങിയത്? നിങ്ങൾ യൂത്ത് കോൺഗ്രസിനോട് ചോദിക്കുന്നുണ്ടല്ലോ, സർക്കാർ എന്നാ തുടങ്ങിയത്? മാത്രമല്ല, സർക്കാർ സംവിധാനം മുഴുവൻ കയ്യിലുണ്ട്. സർക്കാർ ഉദ്ദേശിക്കുന്ന ആദ്യം മുതലേ പൂർണ്ണമായി കോൺഗ്രസും UDF-ഉം ഈ ഒരു കാര്യത്തിൽ സഹകരിച്ചാണ്. പക്ഷെ ഓരോ ഘട്ടങ്ങളിലായിട്ട് മുഖ്യമന്ത്രി ഇത് മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. എത്ര രൂപയാണ് നൽകാൻ പോകുന്നത്, അതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറഞ്ഞത്, അവരിൽ ലാൻഡ് കണ്ടെത്തും, ഞങ്ങൾ പണം അവിടെ കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഗവൺമെന്റിന് ഇഷ്ടമുള്ള ഏജൻസിക്ക് അവർ പണം കൊടുക്കുന്നു, ആ ഏജൻസി വർക്ക് നടത്തുക എന്നാണ് പറഞ്ഞിരുന്നത്. ആ രീതിയിലാണ് വന്നത്. അപ്പൊ പണം മുഴുവൻ അവർ ഗവൺമെന്റിലേക്ക് അടക്കുക, ഗവൺമെന്റ് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക എന്നുള്ള രീതി വന്നപ്പോഴാണ് UDF സ്വന്തമായി തന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ച വീട് എത്രയാണോ, മുസ്ലിം ലീഗ് ഇതിനകം തന്നെ മാതൃകാപരമായിട്ട് തന്നെ സ്ഥലം കണ്ടെത്തി പ്രവൃത്തി ആരംഭിച്ചു. ഞങ്ങളിപ്പോൾ സ്ഥലം കണ്ടെത്തി അതിന്റെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കും.